മാർഷലേട്ടാ, നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയപരമായി നമ്മൾ ഇതിനെ കണ്ടാൽ മുകേഷ് ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. ഈ സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്നത് പൊതുസമൂഹവും ഈ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുമൊക്കെ ചർച്ച ചെയ്യുന്നു, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതിന് രാഷ്ട്രീയമായി ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ CPM-ന് എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കുക? എന്ത് പ്രതിരോധം തീർക്കാനാവും പാർട്ടി ശ്രമിക്കുക ഇനി? മോത്തി, പ്രധാനമായിട്ടും കൊല്ലം MLA മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ CPM കൊല്ലം നേതൃത്വം പോലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നും മാത്രമല്ല, ഇടതുമുന്നണിയിൽ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടുകയാണ് മുകേഷ് ചെയ്യേണ്ടതെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാതെ മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരിക്കും CPM നേതൃത്വം സ്വീകരിക്കുക. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൊല്ലം മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമല്ല, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരമൊരു ആരോപണം നിൽക്കും. അതായത് ലൈംഗിക ആരോപണ കേസിൽ പെട്ടതിനെ തുടർന്ന് രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നഷ്ടപ്പെടുന്നതൊക്കെ രാഷ്ട്രീയപരമായ രീതിയിൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുകയും അതോടൊപ്പം തന്നെ CPM-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ നേതൃത്വത്തിന് അതൊരു തിരിച്ചടിയാകുകയും എന്നുള്ള വിലയിരുത്തലാണ് പ്രധാനമായിട്ടുമുള്ളത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇതിനേക്കാൾ വളരെയധികം പ്രതിസന്ധിയിലാണ്. മുകേഷിന്റെ രാജി നേരിട്ട് ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം സമരം നടത്തുന്നുണ്ടെങ്കിലും മുകേഷിന്റെ രാജി എന്നുള്ളൊരു മുദ്രാവാക്യം ശക്തമായിട്ട് മുന്നോട്ട് വെക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് കാരണം രണ്ട് MLA-മാർ, അതായത് എൽദോസ് കുന്നപ്പള്ളിയും അതോടൊപ്പം തന്നെ വിൻസെന്റും, ഈ രണ്ടു പേർക്കെതിരെ ഇതേ സമാനമായ ആരോപണങ്ങൾ വരികയും അവർ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യങ്ങളിലൊക്കെ അവർ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുള്ളൊരു മറുവാദമാണ് CPM നേതൃത്വങ്ങളും ഉന്നയിക്കുന്നത്. പക്ഷേ ആ വാദത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് എന്താണോ അതുതന്നെയാണ് ഞങ്ങൾ എന്നുള്ള നിലപാടിലേക്ക് CPM മാറുമോ എന്നുള്ള മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആനിരാജ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കൾ ഈ മുകേഷിന്റെ കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുകേഷ് MLA സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണമെന്നുള്ള ആവശ്യത്തിൽ കുറഞ്ഞ് ഇടതുപക്ഷത്തും മറ്റ് ആവശ്യങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷവും ശക്തമായ സമരം നടത്തുകയാണെന്നുണ്ടെങ്കിലും ഒരു മുകേഷിന്റെ രാജി അനിവാര്യമായി വരുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുകേഷ് മാത്രമല്ല, ജയസൂര്യക്കെതിരെയായാലും സിദ്ദിഖിനെതിരെയായാലും ഇത്തരം കേസുകൾ ഇടവേള ബാബു, മണിയമ്പിള രാജു തുടങ്ങി ഒരുപാട് പേർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പേർക്കെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ പുറത്തു വരുവാണെങ്കിൽ എത്ര പേർ ഇതിനകത്ത് പ്രതികളാകും എന്നുള്ളത്. തീർച്ചയായിട്ടും